വെറും $69 32 ഇഞ്ച് ടി വി കേട്ടോ. ഇന്നിവിടെ നമുക്ക് ഫ്രൈഡേ ആണ്, സ്പെഷ്യലായിട്ട് ബ്ലാക്ക് ഫ്രൈഡേ ആണ് ഇന്ന്. അപ്പോൾ അമേരിക്കയിൽ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലെല്ലാം ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ ഓഫറുകളുടെ ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ സമയം 6 മണി ആയി ഇപ്പോൾ ഇവിടെ. അപ്പം നമ്മളിന്ന് രാവിലെ ഇവിടെയുള്ള ഷോപ്പുകളൊക്കെ 6 മണി മുതൽ തുറക്കും. കാരണം ഇന്നലെ ഇവിടെ താങ്ക്സ് ഗിവിങ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നലെ ക്ലോസ്ഡ് ആയിരുന്നു എല്ലാ ഷോപ്പുകളും. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ തുറന്ന് ലേറ്റായിട്ട് അടയ്ക്കുന്ന ഒരു ദിവസമാണ്. ഒരു ഇയറിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇങ്ങനെ ഒരു ദിവസം വരുള്ളൂ. അപ്പോൾ വമ്പിച്ച ഡിസ്കൗണ്ടും ഓഫറുകളും ആയിരിക്കും ഓരോ ഐറ്റങ്ങൾക്കും. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് 3ാമത്തെ ബ്ലാക്ക് ഫ്രൈഡേ ആണ്. ഇതുവരെ നമ്മളൊരു ബ്ലാക്ക് ഫ്രൈഡേ പർച്ചേസിന് പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേക്ക് നിന്ന് പോയി എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് റെഡിയായി നമ്മളിപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ പർച്ചേസിന് പോവുകയാണ്. നേരം വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയേക്കുവാണ് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാനായിട്ട്. റോഷ്നിയുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്, വരുന്നുള്ളവർ. നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ബിഗ് 5 എന്ന് പറയുന്ന ഇവിടെ സ്പോർട്സ് ഐറ്റംസ് അതുപോലെ തന്നെ ക്യാമ്പിങ്ങിൻ്റെ ഐറ്റംസൊക്കെ വിൽക്കുന്ന ഷോപ്പിലേക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് കുറേ ട്രിപ്പിന് പോകേണ്ട ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട്. അവിടുത്തെ ഓഫറുകൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ പാസഡീന എന്ന് പറയുന്ന സിറ്റിയിലാണ്. സാധാ ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ. ഇതുപോലെ വലിയ വലിയ ഓഫറുകളൊക്കെയുള്ള എന്താ പറയുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് മെയിനായിട്ട് ഇന്ന് ഓഫറുകൾ വെച്ച് എല്ലാം വിൽക്കുന്നത്. നമ്മൾ പോകുന്ന ബിഗ് 5 കാണുന്നതാണ്. 6 മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞാൽ അവർ തുറന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ക്യൂ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ക്യൂ ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. എന്തായാലും ക്യൂ ഇല്ല, നമുക്ക് അവിടെ പോയി യൂ ടേൺ അടിച്ച് വരാം. നമ്മൾ എത്തിയിട്ടത് കസ്റ്റമേഴ്സൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ടോ. അവർ രാവിലെ തന്നെ വാങ്ങി പർച്ചേസ് ചെയ്തിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്കിനി നേരെ കയറി നോക്കാം. യെസ്, സ്പോർട്സ് ഐറ്റംസാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ കേട്ടോ. നമുക്ക് 2 ദിവസം മുമ്പ് നമ്മൾ ഇവിടുത്തെ റേറ്റൊക്കെ നോക്കിയായിരുന്നു. ഇതൊക്കെ $199 ഉള്ളൂ കേട്ടോ. അത് ഗ്ലൗസിന്. ഇതിനൊക്കെ സാധാരണ ഭയങ്കര വിലയുള്ളതാണ്. കണ്ടില്ല, രാവിലെ 6:30 ആയപ്പോൾ തന്നെ പർച്ചേസ് തുടങ്ങിയ ആളുകൾ ബില്ലടിച്ച് പോണേ കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റംസ് ഇരിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. ഇതാണ് കേട്ടോ ഞാൻ മേടിക്കാൻ വന്ന ഹീറ്റർ. ഇത് 99 കഴിഞ്ഞു. അതിനൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. നമ്മൾ വാങ്ങാൻ വന്ന ഐറ്റംസിന് ഇതിനൊന്നും ഓഫർ ഇട്ടിട്ടേ ഇല്ല. സെയിൽ ക്യാമ്പ് ഷെഫ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഓഫർ കാണുന്നില്ല ഗൈസ്. ഇനിയിപ്പോൾ എന്താ നമ്മൾ പിന്നെ ഇതല്ല നമ്മൾ നോക്കി വെച്ചിട്ടേ. ഇത് 79, അന്ന് 79 തന്നെയല്ലായിരുന്നോ? ഇത് ഓൾറെഡി ഓഫറിലാണ് കേട്ടോ ഇരിക്കുന്നത്. അന്ന് വരുമ്പോഴും ഓഫറിലായിരുന്നു, പക്ഷേ ഇപ്പോഴും ആ റേറ്റ് മാറിയിട്ടില്ല. ഇത് 69. ഇത് നമ്മുടെ എന്താണ് കനോപ്പിയാണ് അല്ലേ. കാര്യമായ വ്യത്യാസങ്ങളില്ല. നമുക്ക് അടുത്ത സംഭവം എന്താണെന്ന് നോക്കേണ്ടി വരും മിക്കവാറും. ഇവിടെ പിന്നെ തോക്കുകൾ ഇങ്ങനെയുള്ള, ഇത് മൊത്തം സ്പോർട്സ് ക്യാമ്പിങ് ഇങ്ങനെയുള്ള ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പാണ്. പിന്നെ ഇതാ സ്പീക്കറൊക്കെ ഞാൻ വന്ന് ഓൾറെഡി അവർ ഓഫർ ഇട്ടിട്ടുണ്ട്. $39 ഉള്ളൂ. അത് ഞാൻ കഴിഞ്ഞ ദിവസം വരുമ്പോൾ ഓഫറായിരുന്നു. റോഷ്നി വല്ല രക്ഷയുണ്ടോ? ഇത് നമ്മൾ 2-3 ദിവസം മുമ്പുള്ള ഒരു ഓഫർ തന്നെ കാണുന്നുള്ളൂ കേട്ടോ. ഇതെന്താടി ഹാൻഡ് വാമറോ? ഓക്കെ. നമ്മളിവിടെ വന്നിട്ട് ഓഫർ ഇല്ല എന്നല്ല കേട്ടോ പറയണേ. ഓഫറുകളുണ്ട്. സാധാരണ ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഓഫറുകളുണ്ട്. നമ്മൾ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോഴുള്ള ഒരു ഓഫർ ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റേറ്റ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആ ബ്ലാക്ക് ഫ്രൈഡേ പ്രമാണിച്ചിട്ടിരുന്ന റേറ്റ് ആയിരിക്കാം. യഥാർത്ഥത്തിൽ ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നുകൊണ്ട് നമുക്ക് ആ ഒരു വലിയ ഡിസ്കൗണ്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ. അപ്പോൾ അതിന് അന്നുണ്ടായിരുന്ന ഡിസ്കൗണ്ട് തന്നെയാണ് ഇന്ന്. നമുക്കൊരു ഡിഫൻസ് സ്പ്രേ എടുക്കാം കേട്ടോ. ട്രെക്കിംഗ് പോള് 20 ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ 30 ആണ് റെഗുലർ പ്രൈസ്. 20ക്ക് കിട്ടും. 2 എടുത്തോ. പിന്നെ നമ്മളൊരു ക്യാമ്പേഴ്സ് സോപ്പ് എന്ന് പറഞ്ഞ സോപ്പ് മേടിച്ചിട്ട്. ഇത് നമുക്ക് എയർലൈൻ ഫ്രണ്ട്ലി ആണ്, ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഒരു സർവൈവൽ വിസിൽ വാങ്ങി, അത് $5. പിന്നെ ഇൻ്റർലോക്കിംഗ് ഫ്ലോറുണ്ട് കേട്ടോ. അത് $13 ഒരെണ്ണത്തിന്. ഒരു സെറ്റിന് 4 പാക്കിൻ്റെ. ഇത് നമുക്ക് ടെൻറ്റിൻ്റെ അകത്തൊക്കെ ഇടാൻ പറ്റും. ക്യാമ്പിങ്ങിനുള്ള ബെഡും കൂടി നമ്മൾ വാങ്ങുകയാണ്. എയർ ബെഡ്, ട്വിൻ ബെഡ് 2 അല്ലേ. നമുക്ക് ഇത് കാറിൻ്റെ ചാർജർ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ USB വെച്ചിട്ടും പ്ലഗ് വെച്ചിട്ടും നമുക്ക് അതിൻ്റെ എയർ അടിക്കാൻ പറ്റും. ഇത് ട്വിൻ സൈസ് 14 ഇഞ്ചാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എടുത്തിരുന്ന ലിസ്റ്റാണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഗ്രീൻ ഇട്ടതിനൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. വേറെ എന്താണെന്ന് ചോദിച്ചേ? ഹാൻഡ് വാമറും ടോ വാമറും എടുത്തു.
ഇനി ഹീറ്റർ കാറും കാർ ലഗേജ് കാരിയറും ആണ് ഇനി. ഓക്കെ. പിന്നെ വാട്ടർ പ്രൂഫ് മാച്ചസ് ഉണ്ട് കേട്ടോ, അതായത് തീപ്പെട്ടി നനയാതിരിക്കാനും ഇത് വെള്ളം നായാലും കത്തുന്ന ടൈപ്പ്. അപ്പോൾ ഇത് പറഞ്ഞെടുത്തേക്കാം. നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോൾ എമർജൻസി വന്നു കഴിഞ്ഞാലേ, നമ്മൾ ഒരു പ്രാവശ്യം അങ്ങനെ ആവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ $17 ഒരു 4 ഗ്ലൗസ് എടുത്തു കേട്ടോ. നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ. നമുക്കിനി ഇറങ്ങാം. സമയം 7:45. ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇത്രയും ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ആയിരിക്കുന്ന ഒരു കാനോപ്പി ഇത്രയും. യെസ്. അപ്പോൾ നമുക്കിനി അടുത്ത ഷോപ്പിൽ പോയിട്ട് എന്താ ഉള്ളതെന്ന് നോക്കാം. സമയം 7:50 ആയിട്ടുള്ളൂ. നമ്മൾ അടുത്തായിട്ട് വാൾമാർട്ട് സൂപ്പർ സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള പർച്ചേസിങ് ഇതായിരുന്നു. നമുക്കിനി കാര്യമായിട്ട് പർച്ചേസ് ചെയ്യാനില്ല എങ്കിൽ കൂടി ചിലപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. കാണുമ്പോൾ പ്രൈസൊക്കെ കാണുമ്പോൾ പർച്ചേസ് ചെയ്ത് പോകുമെന്നറിയില്ല. എന്താണെങ്കിലും നമുക്ക് അതൊന്ന് പോയി കാണാം. രാവിലെ 8 മണിയായപ്പോഴത്തേക്കും നമ്മൾ വാൾമാർട്ട് സൂപ്പർ സെൻറ്ററിൽ എത്തിയിട്ടോ. വാൾമാർട്ട് സൂപ്പർ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വാൾമാർട്ട് ഷോപ്പിനേക്കാൾ കൂടുതൽ, അതായത് വാൾമാർട്ടിൽ വിൽക്കുന്ന എല്ലാ സാധനങ്ങളും ഈ സൂപ്പർ സെൻറ്ററുകളിലുണ്ടാവും. നമ്മുടെ വീടിനടുത്തുള്ള വാൾമാർട്ടിൽ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടും. പക്ഷേ ഇവിടെ വെറൈറ്റീസ് ഓഫ് സാധനങ്ങളുണ്ടാവും. ഇതുണ്ടത് ടി വി ഒക്കെ ആയിട്ട് ആൾക്കാർ പോകുന്നുണ്ടാവും. നമ്മുടെ അവിടുത്തെ വാൾമാർട്ടിലും ടി വി ഉണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് വലിയ ടി വി, ഒരുപാട് വലിയ കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാൾമാർട്ട് സൂപ്പർ സെൻറ്റർ. കാർട്ട് എടുത്തോളാമോ? ഓഫറുകൾ, ബ്ലാക്ക് ഫ്രൈഡേ ഓഫറുകൾ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ബ്രോഷർ ഉണ്ടാവും. അത് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ് ഈ വാൾമാർട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. യെസ്, വാൾമാർട്ടിൻ്റെ ബ്ലാക്ക് ഫ്രൈഡേ ഡീൽസൊക്കെ നമുക്ക് കാണാൻ പറ്റും. വലിയ ബോട്ടിൽ കൊക്കോക്കോളയാണ് കേട്ടോ. 212, 397, 498. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസ് അല്ല. നമുക്ക് മെയിനായിട്ട് എന്താ പറയണേ, നല്ല വിലയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഹാഫ് പ്രൈസിനൊക്കെ കിട്ടുമെന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. എന്തായാലും നമ്മുടെ ടി വിയുടെ അങ്ങനെയുള്ള ഏരിയയിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒന്നും കാണുന്നില്ല കാര്യമായിട്ട് അല്ലേ. ഒരു ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ എന്ന് പറയുന്ന സംഭവം എനിക്ക് തോന്നുന്നുണ്ടല്ലോ ബെസ്റ്റ് ബൈയിലൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഉള്ളതെന്ന് തോന്നുന്നു. വാൾമാർട്ടൊക്കെ സിറ്റാഡൽ എന്ന് പറഞ്ഞ ഇവിടെ ഒരു മാളുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടിപൊളി ഓഫറുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടുത്തെ വാൾമാർട്ട് അല്പം വലുതാണ്. ഇതിൻ്റെ ഡ്രസ്സ് ഐറ്റംസ്, ഷൂ ഐറ്റംസ്, പിന്നെ അങ്ങോട്ടേക്ക് ഫുഡിൻ്റെ ഏരിയകൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ടി വി, ഗാഡ്ജറ്റ്സ് ഇങ്ങനെയുള്ള ഏരിയയിലേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. $69 സ്പീക്കേഴ്സാണ്. കാര്യമായ ഓഫറൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു സ്പീക്കറൊക്കെ മുമ്പും ഈ സെയിം റേറ്റ് ആയിരുന്നു. എനിക്കിത് ഇഷ്ടമുള്ളൊരു സ്പീക്കറായിരുന്നു. ഓൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മൾ മുമ്പ് വേറൊരെണ്ണം വാങ്ങിയിട്ടുണ്ട് മുമ്പ്. അത് $100 അന്ന് വാങ്ങിയത്. ഇപ്പോൾ ഇത് $149 ആണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ ആയിട്ട് അതിനൊന്നും ഓഫറില്ല. ഇതിനൊക്കെ നമ്മൾ മുമ്പ് വരുമ്പോൾ ഈ ഒരു പ്രൈസ് തന്നെയായിരുന്നു. ഓൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മൈക്കുകളുണ്ട് കേട്ടോ. $19 വയർലെസ് വയറുള്ളത്. ടി വി $898, 1098 ടി വി $898. ഇതൊക്കെ റോൾ ബാക്ക് ഓഫർ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. 85 ഇഞ്ചിൻ്റെ ടി വി ആണ് കേട്ടോ. 268 സാംസങ്ങിൻ്റെ ഒരു ടി വി ഉണ്ട്. 378 ടി വി. $248 ടി വി എൽ ജിയുടെ. അത് 43 ഇഞ്ചാണ് കേട്ടോ. നമ്മളെ കണ്ട് രണ്ടെണ്ണം. പിന്നെ 348, 295, 298 ഫിലിപ്സിൻ്റെ ടി വി. അതൊക്കെ 55 ഇഞ്ചാണ്. അതൊക്കെ നല്ല പ്രൈസാണ്. മുമ്പ് ഒരു 300 എബോവ് ഉള്ള റേറ്റുകളാണ് ഇതൊക്കെ. പിന്നെ 248, ഇത് ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫറാണോന്ന് അറിയില്ല. 228, ഇതും 55 ഇഞ്ച്, $228 ഉള്ളൂ. 65 ഇഞ്ചിൻ്റെ വിസിയോ എന്ന് പറഞ്ഞ ബ്രാൻഡ് 378 ഉള്ളൂ കേട്ടോ. ഇതൊക്കെ 65 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഓഫർ റേറ്റാണ്. ഞാൻ ഒരു വർഷം മുമ്പ് സാംസങ്ങിൻ്റെ 55 ഇഞ്ച് വാങ്ങിയത് 375 ആയിരുന്നു. ഓൺ ബ്രാൻഡിൻ്റെ കീബോർഡുകൾ $13. ഹൈസെൻസിൻ്റെ 75 ഇഞ്ചിന് 498, 698, 85 ഇഞ്ചസ് TCL, 75 ഇഞ്ച് 448, വെറും $198 ഓൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടി വി കേട്ടോ. എത്ര ഇഞ്ചാണ്? 50 ഇഞ്ച് ടി വി. $238 50 ഇഞ്ചിൻ്റെ ടി വി. ഇതേതാ വിസിയോ എന്ന് പറയുന്ന സെയിം ബ്രാൻഡ്. 398 65 ഇഞ്ച് കേട്ടോ.
ഇനിയിപ്പം എൽ ജിയുടെ 298-ന് 50 ഇഞ്ച്, പിന്നെ 228-ന് TCLൻ്റെ 55 ഇഞ്ച്. മൈ ഗോഡ്. ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഹീറ്റിംഗ് ആവശ്യത്തിന് വേണ്ടിയിട്ട് തണുപ്പുള്ള സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ഹീറ്ററാണിത്. മിസ്റ്റർ ഹീറ്റർ എന്ന് പറഞ്ഞിട്ട്. പോർട്ടബിൾ ബഡ്ഡി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ലിറ്റിൽ ബഡ്ഡി ഉണ്ട്. ലിറ്റിൽ ബഡ്ഡിക്ക് ഇവിടെ $66, ഇതിന് $76. അപ്പം ഈ സാധനം ഇപ്പോൾ നമ്മൾ ബിഗ് 5-ൽ പോയി നോക്കിയപ്പോൾ അവിടെ $100 ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 130 സംതിങ് എന്തോ ആണ്. പക്ഷേ അവിടെ $100 ആയിരുന്നു, ഇവിടെ $76 ഉള്ളൂ. ബ്ലാക്ക് ഫ്രൈഡേ ആയിട്ട് പോലും ഇവിടെ ഇത്രേ റേറ്റ് ഉള്ളൂ. പക്ഷേ ബിഗ് 5-കാർ ഭയങ്കര റേറ്റ് കൂട്ടിയാണ് വാങ്ങുന്നത്. അപ്പം നമ്മൾ ഏതായാലും എഴുതിയെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് വളരെ അത്യാവശ്യമാണ് നമുക്ക്. കാരണം കഴിഞ്ഞ പ്രാവശ്യം റെഡ്വുഡ് നാഷണൽ പാർക്കിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ടെൻറ്റിലൊക്കെ താമസിക്കാൻ നോക്കിയിട്ട് പിന്നെ അവസാനം രാത്രി ഒരു 12 മണി 1 മണിയായപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പിന്നെ വണ്ടിയിലേക്ക് പോയി. അത്രയ്ക്ക് തണുപ്പായിരുന്നു, രക്ഷയുണ്ടായിരുന്നില്ല. ഈവൻ നമ്മുടെ കയ്യിൽ എന്താ പറയുന്നത് മറ്റേ സ്ലീപ്പിംഗ് ബാഗൊക്കെ നല്ല കൂടിയതുണ്ടായിരുന്നെങ്കിലും അത് പറ്റിയില്ല, അത്ര തണുപ്പായിരുന്നു. പ്രൊപ്പെയിൻ ഗ്യാസ് നമുക്ക് മേടിക്കാം കേട്ടോ. ഇത് $10 രണ്ടെണ്ണത്തിന്. 2 കൂടെ മേടിച്ചേക്കാം, കാരണം ഇത് തണുപ്പത്ത് ആവശ്യം വരും. പിന്നെ നമ്മുടെ സ്റ്റൗവിനും ആവശ്യമുണ്ടല്ലോ. 2 പാക്ക് ഹാൻഡ് വാർമേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് $20. നമുക്ക് തണുപ്പ് സമയത്ത് കൈയൊക്കെ അങ്ങോട്ട് മരവിച്ച ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോവും. അപ്പോൾ നമുക്ക് ഇത് ഒരെണ്ണം എടുക്കാം. പിന്നെ വാക്കി ടോക്കി ഉണ്ട്. നമ്മൾ ട്രെയിൽസിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ അതല്ലെങ്കിൽ ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്കിത് ഒരുപാട് ഉപകാരപ്പെടും. $29. പിന്നെ ഇത് നമ്മുടെ ഒരു ലൈഫ് സേവിങ് സംഭവം കേട്ടോ. കാർബൺ മോണോക്സൈഡ് അലാം. ഇത് നമ്മൾ ഈ വണ്ടിയിലൊക്കെ എന്താ പറയുന്നത് വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്തിട്ട് കിടക്കുമ്പോഴും അതുപോലെ തന്നെ ഹീറ്റർ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോവും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അലാം അടിക്കും. ഇതിന് $40 പക്ഷേ ഇത് നമ്മുടെ എന്താ പറയുക വില നോക്കിയിട്ട് കാര്യമില്ല. ഒരു ലൈഫ് സേവിങ് പ്രോഡക്റ്റാണ്. 10 വർഷം ഇതിൻ്റെ ബാറ്ററി നിൽക്കും കേട്ടോ. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പോഴും ക്യാമ്പിങ്ങിന് മുമ്പ് ഒരു ഇത്തിരി ഗ്ലാസ് താഴ്ത്തിയിട്ടിട്ടായിരുന്നു കിടക്കാറ്. ഈവൻ നമ്മൾ ഹീറ്റർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി. പക്ഷേ ഹീറ്റർ ഉപയോഗിച്ചാലും ഇതിൻ്റെ നമ്മൾ ഗ്ലാസ് താഴ്ത്തിയിടണമെന്നാണ് ഇൻസ്ട്രക്ഷൻ ഉള്ളത്. എന്തായാലും ഇതുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സേഫ്റ്റിയാണല്ലോ ഏറ്റവും പ്രധാനം. ബ്ലാക്ക് ഫ്രൈഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആഘോഷം ക്രിസ്മസ് ആട്ടോ. അതിൻ്റെ ഐറ്റംസ് എല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വാൾമാർട്ട് പർച്ചേസും കഴിഞ്ഞു. ഇനി നമുക്ക് പോകാം. ഭയങ്കര സംഭവമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും ഓഫേഴ്സ് ഉണ്ട്. നമുക്ക് പിന്നെ അത്യാവശ്യമായിട്ടുള്ള വേറെ അധികം ഐറ്റംസ് വാങ്ങാനില്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നുന്നത്. നമ്മൾ ഒരു ലിമിറ്റഡ് സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് വന്നത്. മെയിനായിട്ട് ക്യാമ്പിങ്ങിൻ്റെ ഐറ്റംസ് വാങ്ങാനാണ് വന്നത്. അപ്പോൾ നമ്മൾ ആ TV-യുടെ മാത്രം നല്ല ഓഫർ കണ്ടു. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ സ്റ്റിൽ നമ്മൾ സാധാരണ വാങ്ങുന്നതിലും വളരെ നല്ലൊരു ഡിസ്കൗണ്ടിൽ നമുക്കിപ്പോൾ വാങ്ങാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വാൾമാർട്ട് സൂപ്പർ സെൻറ്ററിൽ നിന്ന് നമ്മൾ അടുത്തത് ബെസ്റ്റ് ബൈയിൽ പോട്ടെ. ബെസ്റ്റ് ബൈയിലാണ് മൊബൈൽ പിന്നെ അങ്ങനെയുള്ള ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളത്. അവിടെ ചിലപ്പോൾ തകർപ്പൻ ഓഫർ ഉണ്ടാവും. ഇനി നമുക്ക് ബെസ്റ്റ് ബൈയിലേക്ക് പോവാം. ഓക്കെ. മോനൊരു കളിക്കുന്ന ഒരു എക്സ്ബോക്സിൻ്റെ സംഭവമൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ ആൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിപ്പോൾ പ്ലാസ വെസ്കോവിന എന്ന് പറയുന്നൊരു മാളിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പോകാൻ പോകുന്ന ബെസ്റ്റ് ബൈ ഉള്ളത്. അപ്പോൾ ബെസ്റ്റ് ബൈ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് എന്താ ഓഫേഴ്സ് ഉള്ളതെന്ന് നോക്കാം. ഇവിടെയാണ് മെയിനായിട്ട് മൊബൈൽ പിന്നെ ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സ് എല്ലാം വരുന്നത്. അപ്പം ഇവിടത്തെയാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഷോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഇതുണ്ടല്ലേ, ഒരു ഹെഡ്ഫോൺ വാങ്ങിയിരുന്നു. വളരെ യൂസ്ഫുള്ളാണ്. ഇത് ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങിയത്. അമേരിക്കയിൽ മെയിനായിട്ട് ഇലക്ട്രോണിക്സ് ഐറ്റംസിന് എല്ലാത്തിനും നല്ല വിലക്കുറവ് വരുന്നൊരു സ്ഥാപനമാണ് ഈ ബെസ്റ്റ് ബൈ. സമയം ഇപ്പോൾ ഇവിടെ 9:41 ആയിട്ടുള്ളൂ. രാവിലെ 6 മണിക്ക് തുടങ്ങിയതാണ് നമ്മുടെ പരിപാടി. ഇവിടെയും TV ഒക്കെ ഉണ്ട് കേട്ടോ. ആളുകളെ വാങ്ങിയിട്ട് പോകുന്നുണ്ടല്ലേ. ഇവിടുത്തെ തിരക്കൊന്നും നോക്കാം നമുക്ക്. യെസ്, നമ്മളങ്ങനെ അകത്തേക്ക് കയറി. ബെസ്റ്റ് ബൈ ഇവിടുത്തെ ഓഫറുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ബ്ലാക്ക് ഫ്രൈഡേയുടെ സാംസങ് TV 50 ഇഞ്ചിന് $249 കേട്ടോ. ഇവിടെ ഇത് LGയുടെ സൗണ്ട് ബാർ 179. ഇത് ബ്ലാക്ക് ഫ്രൈഡേ ഡീലിന് ഇവിടെ എഴുതിയിട്ടുണ്ട്. $299. 55 ഇഞ്ച് ലെനോവോയുടെ ലാപ്ടോപ്പ് 1920 4GB 64GBയുടെ 4GB മെമ്മറി 64GB സ്റ്റോറേജിൻ്റെ 119 ഉള്ളൂ കേട്ടോ. $119 ഉള്ളൂ. അത് 128GB ആണ്. 8GB മെമ്മറി ആണെങ്കിൽ $279. നല്ല അടിപൊളി പ്രൈസാണ്. ഏസറിൻ്റെ ലാപ്ടോപ്പ് 8GB 128GB $279.
പിന്നെ HP ലാപ്ടോപ്പ് 179 ഉള്ളൂ എൻ്റെ പൊന്നോ. 8 GB മെമ്മറി, 64 GB സ്റ്റോറേജ്. പിന്നെ അസൂസിൻ്റെ $349, 128 GB സ്റ്റോറേജ്, 8 GB മെമ്മറി. പിന്നെ അസൂസിൻ്റെ തന്നെ $479, 8 GB 128. പിന്നെ എയ്സറിൻ്റെ അനദർ ലാപ്ടോപ്പ് 8 GB 256 GB, $699 ഉള്ളൂ. ക്യാനൺ പ്രിൻ്റർ $119 കേട്ടോ. $60 സേവ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ എഴുതിയേക്കുന്നത്. ബ്ലാക്ക് ഫ്രൈഡേ ഡീല് ക്യാനൻ്റെ പ്രിൻ്റർ ജസ്റ്റ് $79 ഉള്ളൂ. ഷെൻറ്റമ്മോ പിക്സ്മ എന്ന് പറയുന്നത് $55 ഉള്ളൂ കേട്ടോ. ഭയങ്കര റേറ്റ് കുറവാണ്. ക്യാനൻ്റെ വേറൊരു പ്രിൻ്റർ $59 ഉള്ളൂ. ഓ മൈ ഗോഡ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആമസോണിലൊക്കെ ഏറ്റവും കുറഞ്ഞ HP-യുടെ പ്രിൻ്ററിന് $70 സംതിങ് വരുമായിരുന്നു. ഇതിപ്പോൾ നല്ല അടിപൊളി റേറ്റാണ് ഇവിടെ. $69. എപ്സൻ്റെ $99. നമ്മൾ യൂസ് ചെയ്യുന്ന ഷോക്സിൻ്റെ ഓപ്പൺ റൺ പ്രോ 2 എന്ന് പറയുന്ന സാധനം ഇതാണ് കേട്ടോ. $179 ഇപ്പോൾ ഇതിൻ്റെ വില. ഞാൻ അന്ന് വാങ്ങിയപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു. 135 ഞാൻ അന്ന് വാങ്ങിയത്. നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ ഈ കാണുന്നത്. 50% ഓഫർ ഉണ്ടോ? ഓ ബ്ലാക്ക് ഫ്രൈഡേ ഡീല് $349 ഉള്ളൂ. അല്ല $150 ഡിസ്കൗണ്ട്. സ്പീക്കർ ഇതാ ഇതിന് ബ്ലാക്ക് ഫ്രൈഡേ ഡീല് $399, $200 കുറവുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ഓഫറാണ്, പക്ഷേ സ്റ്റിൽ എക്സ്പെൻസീവ്. പിന്നെ ഹെഡ്സെറ്റുകൾ പല ടൈപ്പ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഓൾറെഡി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന് നോക്കിയിട്ട് പോയതാണ്. നമ്മുടെ ജബ്ര ബ്രാൻഡ് ബോസിൻ്റെ എന്താ പറയുന്നത് നോയിസ് ക്യാൻസലേഷൻ ഇവരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ക്വൈറ്റ് കംഫർട്ട് അൾട്രാ ഇയർബഡ്സ്. ഇത് നല്ല അടിപൊളിയാണ്. ഇത് എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ എനിക്കത്ര സ്യൂട്ടബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷോക്സിൻ്റെയാണ് നമ്മൾ വാങ്ങിയത്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് സെക്ഷൻസാണ്. ഇതെല്ലാം ഞാൻ വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോയതാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ ബ്ലാക്ക് ഫ്രൈഡേ ഓഫറുകൾ ഇപ്പോൾ എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് നോക്കട്ടോ. $99. ഇത് $199 $99 ഉള്ളൂ. ഓ എൻ്റെ അമ്മ ഭയങ്കര ലാഭമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഒട്ടും ഓഫർ ഉണ്ടായിരുന്നില്ല. $100 കുറവുണ്ട് കേട്ടോ. അടിപൊളി. ബോസ് ബീറ്റ്സ്. ഇത് ബീറ്റ്സാണ്, ബോസ് അല്ല. $190 സേവ് ചെയ്യാൻ പറ്റും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ. $159 ഉള്ളൂ ഇപ്പോൾ ഇത്. ബീറ്റ്സ് സ്റ്റുഡിയോ പ്രോ. ബീറ്റ്സിൻ്റെ ഭയങ്കര ഓഫറുകളാണ്. $179, ഇത് $20 സേവ് ചെയ്യാൻ പറ്റുള്ളൂ. സോണി $79 ഉള്ളൂ കേട്ടോ. ഇതിന് കൊള്ളാം, നല്ല റേറ്റ് കുറവ്. $40 ഓഫറുണ്ട്. 119 ആയിരുന്നത് $79 ഉള്ളൂ. 299 ആയിരുന്നു സോണിയുടെ ട്രൂ വയർലെസ് നോയിസ് ക്യാൻസലേഷൻ ഇയർബഡ്സ്. ഇപ്പോൾ $229 ഉള്ളൂ. റെയ്ബാൻ്റെ മെറ്റ ഗ്ലാസ് ആണ് കേട്ടോ. $263 ഉള്ളൂ ഇപ്പം. ബ്ലാക്ക് ഫ്രൈഡേ ഓഫറാണ്. ഇത് $329 ആയിരുന്നു. നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പം. കാണിച്ചു നോട്ടെ. ഓ അടിപൊളിയാണ് കേട്ടോ. എത്ര ഇതിൻ്റെ റേറ്റ് എത്ര? ഇതിന് പല റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് 300, ഇതിന് ആ ഓഫറില്ല. പക്ഷേ ഇതിന് ഇവിടെ കൊടുത്തിരിക്കുന്നതിനെല്ലാം ഓഫറുണ്ട്. ഹോം അപ്ലയൻസ് സെക്ഷനിലാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പ്രൈസുകൾ ജസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൻ്റെ പ്രൈസുകളൊക്കെ ഒന്ന് നോക്കാം. LGയുടെ ബ്ലാക്ക് ഫ്രൈഡേ ഡീല് ഇത് ബ്ലാക്ക് ഫ്രൈഡേ ഡീൽ ഇല്ല. അതിൽ $1299. ഇതിലൊന്നും ബ്ലാക്ക് ഫ്രൈഡേ ഡീല് കാണുന്നില്ല കേട്ടോ. 1499, 1699. ഇത് നമുക്ക് ആവശ്യമുള്ളതല്ല, പക്ഷേ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങോട്ടൊന്ന് വന്നതാണ്. എയർ ഫ്രയർ, പിന്നെ ഓവൻ, ഇങ്ങനെയുള്ള ഐറ്റംസ്. ഇത് $89 ഉള്ളൂ കേട്ടോ. $99 ഒരു ഓവൻ. $159 പാനസോണിക്കിൻ്റെ ഓവൻ. നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് പോകാം. അവിടെ വാഷിംഗ് മെഷീന്, അതുപോലെ തന്നെ ഡ്രയർ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊന്നും നോക്കുന്നില്ല. ഇത് $39 എയർ ഫ്രയർ. എൻ്റെ പൊന്ന്, അത് ഭയങ്കര അടിപൊളി ഓഫറാണ്. നിഞ്ച ഫുഡി എയർ ഫ്രയർ $123 ഉള്ളൂ കേട്ടോ. ഇതാ വലിയൊരു ചിക്കൻ വയ്ക്കാം, പിന്നെ വെജിറ്റബിൾസ് വയ്ക്കാം. $123. ഗെയിം കളിക്കാനുള്ള സ്റ്റിയറിംഗ്. ഇതിന് എത്ര റേറ്റ്? $149.
$399. ഇതൊക്കെ നമ്മുടെ കാർ ഗെയിമിങ്ങിനുള്ള സംഭവങ്ങളാണ് കേട്ടോ. സാംസങ്ങിൻ്റെ സൗണ്ട് ബാർ $119, വിസിയോയുടെ സൗണ്ട് ബാർ $169, 70 ഇഞ്ച് ടി വിക്ക് $369 കേട്ടോ. മൈ ഗാഡ്. ഇൻസിഗ്നിയ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അടിപൊളി. നമ്മുടെ ഒരു ഹാഫ് അത്രയും ഹൈറ്റ് ഉണ്ട്. ഇൻസിനിയയുടെ ഈ വലുത് എത്രയാണ്? ഇത് എത്ര ഇഞ്ചാണ്? 549 റേറ്റ് ഉള്ളൂ. എത്ര ഇഞ്ചാണ്? 85 ഇഞ്ചിന് 549. ഓൾമോസ്റ്റ് നമ്മുടെ ഹൈറ്റിൻ്റെ അത്രയുണ്ട്. നോക്കി. ഓ അടിപൊളി. ഇതേപോലെ ഭയങ്കര അതെ ഐഷയുടെ അത്രയുള്ള ടി വിക്ക് 549. 549 ആയിരുന്നില്ലേ? അതെ 549. ഐഷ ടി വി മേടിക്കണം. അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് കാണാം. അപ്പോൾ 999 ഉണ്ടോ. 86 ഇഞ്ച് ടി വി എൽ ജിയുടെയും സാംസങ് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി വില കൂടുതലായിരിക്കും. ഇനി നമുക്ക് എന്താ പറയണേ 4K LED ഇൻസിനിയ 319 അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എത്ര ഇത് 65 ഇഞ്ച് 319 ഉള്ളൂ. 229 ഉള്ളൂ കേട്ടോ. TCSൻ്റെ 50 ഇഞ്ച് 229. ഇവിടെ വന്നിട്ട് നമ്മൾ കണ്ടതിൽ ഏറ്റവും കുറഞ്ഞത് ഇതാണെന്നാണ്. അത് 50 ഇഞ്ച്. നമ്മൾ പക്ഷേ വാൾമാർട്ടിൽ 198 വരെ ഒരു ടി വി കണ്ടിരുന്നു. അത് എത്ര ഇഞ്ചാണെന്ന് ഞാൻ വിട്ടുപോയി. ഇലക്ട്രിക് സൈക്കിളിൻ്റെ സെക്ഷനിലേക്ക് നമുക്കൊന്ന് നോക്കാം ഇനി. ഇതിന് 1851. അത് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. 649 അതായത് നമുക്ക് വണ്ടിയിലൊക്കെ മടക്കി വെച്ച് കൊണ്ടുപോകാൻ പറ്റിയതാണ്. 649 ഇത് $300 ആട്ടോ ഇതിൻ്റെ ഡിസ്കൗണ്ട്. അടിപൊളി. ഇത് കൊള്ളാം. ഇത് നല്ല സ്ട്രോങ്. അതുണ്ടല്ലേ ബ്രേക്ക് കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് കാര്യങ്ങൾ ഫോൾഡ് ചെയ്ത് വയ്ക്കാം. അടിപൊളിയാണ്. ഇത് എത്ര മണിക്കൂർ? 20 മൈൽ/അവർ 30 മൈൽ റേഞ്ച് ഉണ്ട്. 30 മൈൽ വരെ പോകാൻ പറ്റും. 900 വാട്ട്സ് 265 പൗണ്ട് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് പോകാം. അതായത് ഒരു 265 പൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 130 കിലോ ഉള്ള ആൾക്ക് വരെ ഇതിൻ്റെ അകത്ത് കയറി നിൽക്കാൻ പറ്റും. അത്ര സ്ട്രോങ് ആണ്. ഹൈഡ്രോളിക് സസ്പെൻഷൻസ് ഉണ്ട്. ഏറ്റവും കുറഞ്ഞ ടി വി ഉണ്ട് കേട്ടോ. $179 ഉള്ളൂ. അപ്പോൾ ബെസ്റ്റ് ബൈ എല്ലാവരെയും പൊട്ടിച്ചു കേട്ടോ. $179. എത്ര ഇഞ്ചാണിത്? 55 ഇഞ്ച്. മൈ ഗോഡ്. 55 ഇഞ്ചിന് $179 ഉള്ളൂ കേട്ടോ. ഇതാണ് ഏറ്റവും വലിയൊരു ഓഫർ നമ്മൾ കണ്ടത്. 2 ടി വി കേട്ട ആൾ മേടിച്ചുകൊണ്ട് പോണേ. ഇത് 249 ഉള്ളൂ. വെറുതെ അല്ല. 249 ബ്ലാക്ക് ഫ്രൈഡേ ഡീലാണ് കേട്ടോ. ഇത് ശരിക്കും ഇതിന് $50 ഡിസ്കൗണ്ട് ഉള്ളൂ. പക്ഷേ കൊള്ളാം. ഇത് എത്ര ഇഞ്ചായിരുന്നു? 50 ഇഞ്ച് 249. നല്ല അടിപൊളിയാണ്. എന്താടാ മോന് കുറേ നേരമായി നമ്മുടെ ക്യാമറ വ്ളോഗിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു കേട്ടോ. ക്യാമറ സെഷൻസ്. പാപ്പച്ചിക്ക് ഇതല്ലടാ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെയാണ് വാങ്ങാനുള്ള മെയിനായിട്ട്. ബാക്കിലുണ്ടോ? ആലിംകുട്ടൻ. യെസ്, ഐ വാണ്ട് ബൈ ദിസ് ഗ്രിപ്പ് ബോർഡ്. ദിസ് ഈസ് ദ തിങ് ഐ വാണ്ട് ടു ബൈ. ആൻഡ് നോക്കട്ടെ കുറച്ച് ഐറ്റംസ്. ഇത് നമ്മൾ ഇത്ര നാളായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതെനിക്ക് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എനിക്ക് ഗ്ലാസ്സിൽ ക്യാമറ വയ്ക്കാൻ പറ്റിയൊരു സാധനം വേണം. വ്ളോഗിങ്ങിൻ്റെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ട്രൈപോഡ്സ് കാര്യങ്ങൾ, ഗിംബലുകൾ, പിന്നെ ലൈറ്റുകൾ. ഈ ലൈറ്റ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ കുറേ സാധനങ്ങൾ. എന്തായാലും ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കട്ടെ. ഇൻസ്റ്റാ 360യുടെ ക്യാമറ കേട്ടോ. ഇതിന് ഇവിടെ റേറ്റ് കൂടുതലാണ്. 425 ആണ് കാണിക്കുന്നത്. ഗോപ്രോ ഉണ്ട് ഇവിടെ. ഗോപ്രോ ചെറുതുണ്ടല്ലോ. 179 ഉണ്ട്. ഹീറോ 11 249, 12 299, 13 339. പിന്നെ ഇത് മറ്റേ ക്രിയേറ്റർ പാക്ക് ആയിരിക്കും 499. ഡ്രോൺസ് ഉണ്ട് ഇവിടെ 199, 669. പുതിയ DJI Osmo Pocket 3, DJIയുടെ മൈക്ക്, പുതിയ മൈക്ക് 349. ഇവിടെ ഉണ്ടല്ലോ ഡ്രോണുകൾ കുറച്ച് 1159 കൂടിയ ഡ്രോണുകളാണ്. DJI Osmo Action 5 പുതിയ ക്യാമറ 449. ഇത് ഭയങ്കര അടിപൊളി ക്യാമറയാണ്. Action 4ന് 309 ഉള്ളൂ കേട്ടോ. ക്യാമറയുടെ വലിയൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. നിക്കോൺ ബ്രാൻഡ്, ക്യാനൺ, പിന്നെ വേറെ എന്താണ്, സോണി. യെസ് 599.
ഇതേതാണ് സോണി ആൽഫ 6100, ആൽഫ A6400 749, സോണി ആൽഫ 6700 1399, സോണി സൈബർ ഷോട്ട് 1299 RX100 ആണ് കേട്ടോ. സോണി ആൽഫ A7S3 $3199. ഇത് 3500 ആയിരുന്നു കേട്ടോ വില. $300 ഡിസ്കൗണ്ട് ഉണ്ട് ഇതിന്. ഇത് $1299 ആൽഫ 73 മിറർലെസ് 4K വീഡിയോ. ഇതിൻ്റെ പ്രൈസ് $500 ഇതിന് കുറവുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള വലിയൊരു സംഭവമാണ് സോണിയുടെ വലിയ സ്പീക്കർ. ഇതിന് $600 ആണ്. 600, 399, 499, ഇവിടെ 599, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇവിടെയുണ്ട് 199 പാർട്ടി, പിന്നെ 199, 299 ഒക്കെ. റോഡിൻ്റെ മൈക്ക് സെക്ഷൻ എത്തിയിട്ടോ. അത്യാവശ്യം പോഡ്കാസ്റ്റ് ചെയ്യുന്ന മൈക്കുകൾ. നമ്മൾ ഈ മൈക്ക് നമ്മുടെ ഗോ ടു ഈ മൈക്കിൽ കുത്തിയിട്ടാണ് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. ഗോപ്രോയുടെ ആക്സസറീസിൻ്റെ ബാറ്ററി, അങ്ങനെ വലിയൊരു സെക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവർ കുറേ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചേക്കണ സംശയമുള്ളൂ കേട്ടോ. JBLൻ്റെ സൗണ്ട് ബാർ $149 ഉള്ളൂ. ഇത് ശരിക്കും $249 ഇത് പല സ്ഥലത്തും TV-കളും സ്പീക്കറുകളും ഒക്കെ ഉണ്ട്. ഒരുപാട് വലിയൊരു ഷോറൂമാണിത്. നമ്മൾ ആദ്യം കുറച്ച് 2 ഏരിയയിൽ TV ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും മൂന്നാമത് വേറൊരു ഏരിയയിലും ഇതുപോലെ TV ഇരിക്കുന്നത്. 699, 849. പ്രൈസ് ചീപ്പല്ല, പക്ഷേ ഇതേതാ ബ്രാൻഡുകൾ എന്നുള്ളത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ സ്പീക്കറുകൾ ഒരുപാട് ഇവിടെ ഇരിക്കുന്നുണ്ട്. JBL ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറവാണല്ലോ. ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ $179. നല്ല റേറ്റ് ഉണ്ട്. സോണിയുടെയാണിത്, അതായത് JBL ആണ്. $179. നമുക്കിത് ഒരിക്കലും ഇത്രയും പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത്ര റേറ്റ് കുറവാണ്. സൗണ്ട് ബാറുകൾ 129, 139. അടിപൊളി. എനിക്ക് തോന്നുന്നു ഏറ്റവും റേറ്റ് കുറവുള്ളത് ഈ ഏരിയയിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഒരു $300-400 വരുന്ന സംഭവങ്ങളാണ് ശരിക്കും. വെറും $49 ഇൻസിഗ്നിയ എന്ന് പറഞ്ഞ ബ്രാൻഡ്, $49. LGയുടെ സൗണ്ട് ബാർ $79 ഉള്ളൂ കേട്ടോ. ഭയങ്കര റേറ്റ് കുറവാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. ഇത് വിസിയോയുടെ സൗണ്ട് ബാർ 79, JBL $99 സൗണ്ട് ബാർ. മാമത്ത് മൗണ്ടനാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ചത് മെയിനായിട്ട് മാമത്ത് ലേക്കിൽ പോകാൻ വേണ്ടി നിൽക്കണേ കേട്ടോ. അപ്പോൾ മാമത്ത് മൗണ്ടനും ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ കാര്യമാണ് മോൻ പറയുന്നത്. ഇങ്ങോട്ട് സൗണ്ട് സിസ്റ്റംസാണ് ഇങ്ങോട്ടേക്ക്. യമഹ, സോണോസ് സ്പീക്കറുകളൊക്കെ എന്തൊക്കെ ടൈപ്പാണ്. നമ്മളിപ്പോൾ എത്രയോ സ്പീക്കറുകൾ ഏതൊക്കെ ടൈപ്പ് കണ്ടു കഴിഞ്ഞു. ഇനിയും ഉണ്ട് ഇങ്ങോട്ടേക്ക്. സാംസങ്ങിൻ്റെ TV സെക്ഷൻ $329. 75 QLED, അതൊക്കെ കൂടിയതാണ്. 85 ഇഞ്ച് $1099 കേട്ടോ. സാംസങ്ങിൻ്റെ ഇത് അടിപൊളിയാണ്. ഫോണുകളുണ്ട് കേട്ടോ. $89, $99, $109, വെറും $99. ഇങ്ങനെ $749. സാംസങ്ങിൻ്റെ ഫ്ലിപ്പാണിത്, മോട്ടറോളയാണത്. വില കുറഞ്ഞ ഫോണുകളുണ്ട് ഒരുപാട്. നമ്മളൊന്നും വാങ്ങിയില്ല എന്നുള്ളൂ, ഒരുപാട് ആളുകൾ വാങ്ങി. ഇവിടെ ഒരു നീണ്ട ക്യൂ തന്നെയുണ്ട്, നമുക്ക് കാണാം. വെറും $69 32 ഇഞ്ച് TV കേട്ടോ. ഇൻസിഗ്നിയ എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇതാണ് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും സൂപ്പർ വിലക്കുറവും ഒരു സാധാരണക്കാരന് വാങ്ങാൻ പറ്റിയ ഒരു ഐറ്റമായിട്ട് തോന്നിയത്. പവർ സ്റ്റേഷൻസ് ഉണ്ടോ, ജാക്കറി എന്ന് പറയുന്ന ബ്രാൻഡ്. ഇതിന് ബ്ലാക്ക് ഫ്രൈഡേ ഡീൽസ് ഉണ്ട്. $159. ഓ, ഇത് നല്ല ഡീലാണ് കേട്ടോ. ഓക്കെ, $199. അത് ബ്ലാക്ക് ഫ്രൈഡേ ഡീലല്ല. ഓ, അത് കൊള്ളാം കേട്ടോ. ഇത് നമുക്ക് വാങ്ങിയാലും നഷ്ടമില്ല. ഇത് $120 ഡിസ്കൗണ്ട് ഉണ്ട്. എത്ര? $399 $279 ഉള്ളൂ. അപ്പോൾ ഇത് അടിപൊളി ഒരു ഓഫറാണ്. ചെറിയൊരു സംഭവം നോക്കി, ജാക്കറി $89, ഗ്ലോബൽ ലീഡിങ് ബ്രാൻഡ്. ബെസ്റ്റ് ബൈന്ന് നമ്മൾ ഇറങ്ങും കേട്ടോ. നമ്മൾ ഇവിടെ നിന്നൊന്നും വാങ്ങിയിട്ടില്ല, പക്ഷേ സ്റ്റിൽ നല്ല ഓഫറുകളുണ്ട്. നമുക്കിനി അടുത്തത് കോസ്കോയിലൊന്ന് പോയി നോക്കാം. കോസ്കോ ആളുകളുടെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ.
പൊതുവേ സാധാരണ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം പുറത്തൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇന്ന് തിരക്ക് കാണുന്നില്ല. അപ്പം എന്തായാലും അകത്ത് കയറിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാടി നമുക്ക് ആദ്യമേ അവിടെ ടി വിയുടെ സെക്ഷൻ ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഒരു ടി വി ഇരിക്കണ്ടല്ലോ ഇതിന്. ഇവിടെ പിന്നെ ഹെവി സംഭവങ്ങളുണ്ടോ. ഇവിടെ $2,300 കാണിക്കുന്നത്. ടി വി എത്ര ഇഞ്ചാണ്? 77 ഇഞ്ച് 4K UHD സാംസങ്. സൗണ്ട് ബാറൊക്കെ കുറേ പുതിയത് വന്നിട്ടുണ്ടല്ലോ. 369 639 റേറ്റ് കുറവൊന്നുമില്ല. വെറുതെ എല്ലാം ഇവിടെ ആളില്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. 1300 999. നമ്മളിതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുന്നില്ല കേട്ടോ. സ്പെസിഫിക്കേഷൻ നമുക്ക് അത്ര ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ഒരു അട്രാക്റ്റീവ് ഡിസ്കൗണ്ടഡ് പ്രൈസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. 479 70 ഇഞ്ച് 65 ഇഞ്ച് 399. കുഴപ്പമില്ല, LG ആണ്. പിന്നെ 649. ഇവിടെ പിന്നെ ഏറ്റവും ഹൈ ക്വാളിറ്റി സംഭവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 599 55 ഇഞ്ച് സോണി. ഓക്കെ, ഒരു യൂഷ്വൽ പ്രൈസാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. ഷോക്സ് ബ്രാൻഡ് $75 കേട്ടോ. ഇവിടെ വില കുറഞ്ഞതുണ്ട്. പക്ഷേ നമ്മൾ വാങ്ങിയതല്ല, ഓപ്പൺ റൺ SC ആണ്. നമ്മൾ ഓപ്പൺ റൺ പ്രോ 2 ആണ് നമ്മൾ വാങ്ങിയത്. വിക്കിൻസിൻ്റെ ഒരു ഇയർഫോൺ $199. ബീറ്റിൻ്റെ സ്പീക്കർ $99. കോസ്കോയുടെ അകത്തും തിരക്കില്ലല്ലേ? സാധാരണ ഉള്ള തിരക്കില്ല, എന്താണെന്നറിയില്ല. അവിടെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓഫറുള്ള ഏരിയ ആയിരിക്കും. എത്ര റേറ്റ് എന്നൊക്കെ നോക്കാം. സാധാരണ നമ്മൾ കയറി വരുന്ന വഴിയാണ്, കയറി വരുന്ന വഴിയിലാണ് ഇവരിങ്ങനെ ഈ ഓഫറുള്ള ഐറ്റംസ് വയ്ക്കാറ് സാധാരണ. ഇയോൺ ബ്രാൻഡ് $69. മുമ്പത് $99 ആയിരുന്നു കേട്ടോ. അതെ. പിന്നെ $399 JBL സ്പീക്കർ $299. ഇപ്പോൾ ഓഫർ ഉണ്ട് അപ്പോൾ ഇവിടെ. പിന്നെ ഗോപ്രോ $329, $389 ആയിരുന്നു. ഇൻസ്റ്റ 360 $429. ഇത് തന്നെയാണ് നമ്മൾ ബെസ്റ്റ് ബൈയിലും കണ്ടത്. നമ്മൾ സ്ഥിരം വന്ന് കാണുന്ന ഐറ്റംസൊക്കെയാണ്, സ്ഥിരം വരുന്ന കോസ്കോയാണിത്. പിന്നെ ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട്, നല്ല അടിപൊളി വിൻ്ററിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇതിനൊക്കെ ഓൾറെഡി സാധാ ഡിസ്കൗണ്ടുകൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ കിട്ടും. അതായത് ഉണ്ടോ, ഈ ഒരു ക്വാളിറ്റിയുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ടോ, $13 ഉള്ളൂ. നല്ല അടിപൊളി അല്ലേ? ഇതൊക്കെ എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചുള്ളൂ. ഇത് ലേഡീസിൻ്റെ അല്ലേ? എന്തത് ഹുഡി അല്ലേ? ഓക്കെ. നല്ല നല്ല കാണാനും ഭംഗിയുണ്ട്. കോസ്കോ വലിയൊരു ലോകമാണ്. നമുക്കിതെല്ലാം കാണിക്കാൻ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേയുടെ അട്രാക്ഷൻ എന്താണെന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ കേട്ടോ. നമ്മളവിടെ $13 ഉണ്ടെങ്കിൽ ഇവിടെ $39. സ്പെഷ്യൽ ഫോക്കോ ടീം സ്വെറ്ററാണ്. NFL ടീം സ്വെറ്റർ ബ്രാൻഡഡ് ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ സ്വെറ്ററുകളൊക്കെ ഉണ്ടല്ലേ, അവരിട്ട് നോക്കുന്നു. 9.99 ഷർട്ടുകൾ, തണുപ്പത്തിടുന്ന ടൈപ്പാണിത്. ഇതാണ് കോസ്കോ എന്ന് പറയുന്ന ലോകം. ഓരോന്നായിട്ട് കാണിക്കാൻ ഇന്ന് നമുക്ക് സമയമില്ല. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ബ്ലാക്ക് ഫ്രൈഡേ എഡിഷനാണ് നമ്മളിന്ന് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് റേറ്റൊക്കെ ഉള്ളത് ഏതാണെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് റോഷനി അല്ലാത്ത നോക്കുന്നുണ്ട്. $10 ഇതൊക്കെ സാധാരണ ഈ ഒരു റേഞ്ചിനിവിടെ വരാറുണ്ട്. അത് പുള്ളോവറാണ്, യൂത്ത് പുള്ളോവർ. ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറവാട്ടോ. ഇതിനിപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേയുടെ റേറ്റ് ആണോ എന്ന് അറിയില്ല. ഇത് ഉള്ള നല്ല കുഞ്ഞു കുട്ടികളില്ല. ഇത് ഭയങ്കര ഇത് $10 ഉള്ളൂ ഇതിന്. അത് മാറിക്കിടക്കുന്നതാണോ? അല്ല അല്ലേ? ഇതാണ് $10 അല്ലേ? ഓക്കെ. ഇതിനുണ്ടോ $10? ബട്ട് സ്റ്റിൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കാണുമ്പോൾ അത്ര ഒരു അട്രാക്ഷൻ തോന്നുന്നില്ല എങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ വെളുത്തുള്ളി, ഇത് ഓർഗാനിക് ജിഞ്ചർ $6.79 ഈ ഒരു ബോക്സിന് കേട്ടോ. $6.79. അതുപോലെ തന്നെ സവാള, ഇവിടുത്തെ സവാളയൊക്കെ നമുക്കറിയാം വലിയ സവാളയാണ്. ഒരു കൈ പിടിക്കുമ്പോൾ അത്രയുണ്ട് ഒരു സവാള. ഇത് 5 പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 2.5 കിലോ വരും. $4.4 പിന്നെ നമ്മുടെ റെഡ് ഒനിയനും ഇവിടെ റേറ്റ് കുറവാണ്. ഒരു
പൗണ്ടിന് $1 വരുന്നത്, $1 താഴെയാണ് വരുന്നുള്ളൂ. അപ്പം ഇത് ശരിക്കും പുറത്ത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഒരു $1.5 വരും. ഇവിടെ വാങ്ങുമ്പോൾ നമ്മൾ ഇത്രയുള്ളൊരു ഇതായിട്ട് വാങ്ങാനേ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ എല്ലാം നമുക്ക് വലിയ വലിയ ബോക്സുകളും വലിയ ക്വാണ്ടിറ്റിയും വാങ്ങണം. ചെറിയ റേറ്റൊക്കെയാണ് 2 എണ്ണമായിട്ട് നമ്മൾ വാങ്ങേണ്ടി വരും. പ്രത്യേകിച്ച് ഡിസ്കൗണ്ടുകൾ കാണുന്നില്ല. ഒരുപാട് ഏരിയകൾ നമുക്ക് കോസ്കോ എന്ന് പറയുമ്പോൾ കാണിക്കാനുണ്ട്, പക്ഷേ അതൊന്നും കാണിക്കാൻ പറ്റിയ ടൈമില്ല നമുക്ക്. നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ആ ഡീൽ എന്നുള്ള കാര്യം. ഐഷേനെ തള്ളിക്കൊണ്ടുവരുന്നു ഇക്കാക്ക. റോഷ്നി എന്താ നോക്കണേന്ന് നോക്കട്ടെ. എന്തായാലും നോക്കണേ. അതിന് എത്ര? അഡിഡാസ് $20. ഓക്കെ. പ്യൂമയുടെ ഇവിടെ കണ്ട കുറച്ചായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റില്ല കേട്ടോ. ഇത്രയും സോക്സ് ഇതിന് എത്ര 10 പെയറുണ്ട്. 10 പെയറിന് $10. നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മളിങ്ങനെ വലിയ വലിയ പാക്കറ്റുകൾ വാങ്ങണം എല്ലാ കാര്യങ്ങളും. ഇവിടെ പ്രത്യേകിച്ച് ഓഫറുകളൊന്നും കാര്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇവിടെ തിരക്കില്ലാത്ത കേട്ടോ. ഇവിടെ ഓൾറെഡി നമുക്ക് റേറ്റ് കുറച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇവിടെ വരുന്നത്. ഇവിടെ നമുക്കറിയാം നമ്മൾ സ്വന്തം ബില്ല് ഇതൊക്കെ പോകാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമുക്കിവിടെ ഒരു മെമ്പർഷിപ്പ് കാർഡ് ഉണ്ട്. അപ്പോൾ ആ മെമ്പർഷിപ്പ് കാർഡ് നമ്മൾ ആദ്യം സ്കാൻ ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഐറ്റം സ്കാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. ഇനി നമുക്ക് പേയ്മെൻറ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമുക്ക് പോവാം. പോവാം നമുക്ക്. പിന്നെ ഇവിടെ നമുക്ക് ഫുഡ് ഐറ്റംസ് കിട്ടും. ഇവിടെ റേറ്റ് കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് മേടിച്ച് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഭയങ്കര റേറ്റ് കുറവാണ്. $2, $3 നമുക്ക് അത്യാവശ്യം വയറ് നിറച്ച് കഴിക്കാനുള്ള ഫുഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിസ്സ കിട്ടും. അങ്ങനെ പല ഉപകാരങ്ങളുണ്ട് ഇവിടെ നിന്ന്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വില കുറച്ച് ഗ്യാസ് കിട്ടുന്നൊരു കോസ്കോയുടെ തന്നെ ഔട്ട്ലെറ്റാണ് ആ കാണുന്നത്. അപ്പം തന്നെയല്ല നല്ല ക്വാളിറ്റിയുള്ള ഗ്യാസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മൾ ശരിക്കും ഇവിടുത്തെ എല്ലാവിധ സ്ഥാപനങ്ങളും മെയിനായിട്ടുള്ള കോസ്കോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ്. നമ്മൾ പർച്ചേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ബെസ്റ്റ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ എല്ലാവരും അറിയപ്പെടുന്ന വിലക്കുറവുള്ളൊരു സ്ഥലമാണ്. വാൾമാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാവരുടെയും ഒരു വീട് പോലെയാണ്. അങ്ങനെ ഇതെല്ലായിടത്തും പരിശോധിച്ച് കഴിഞ്ഞു. ഭയങ്കര വലിയൊരു സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമുക്ക് എന്താ പറയുന്നത്, ഇവിടുന്ന് ഈ ഓഫറിൽ വന്ന് വാങ്ങി നമുക്ക് അടിച്ചു പൊളിച്ച് പോകാനുള്ള സംഭവങ്ങളായിട്ട് തോന്നിയിട്ടില്ല. എന്തെങ്കിലും ഐറ്റം വാങ്ങാൻ നിൽക്കുന്നവർക്ക് വില കുറച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റിയൊരു അവസരം മാത്രമായിട്ടാണ് തോന്നുന്നുള്ളൂ. നമുക്കൊരു ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മേടിച്ച് വെച്ചേക്കാം അങ്ങനെയൊക്കെ തോന്നില്ലേ. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വാങ്ങാനുള്ളൊരു അത്രയും അട്രാക്ഷൻ നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ കണ്ടില്ലേ, ഒരു $100 താഴെയുള്ള TV ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആരും ഈ ചെറിയ TVകളൊന്നും യൂസ് ചെയ്യുന്നില്ല. എങ്കിലും വില കുറഞ്ഞ TVകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. പല ഐറ്റംസിനും വില കുറവുണ്ട്. നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റിയ സംഗതികളുണ്ട്. ഇറ്റ്സ് ഗുഡ്. ബട്ട് എന്താ പറയണേ, നമുക്ക് വെറുതെ മേടിച്ച് ഇപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പാകത്തിനൊന്നും അങ്ങനെ മേടിച്ച് വയ്ക്കാൻ പാകത്തിനോ അങ്ങനെയുള്ളൊരു അത്രയും വലിയൊരു സംഭവമായിട്ടൊന്നും കണ്ടില്ല. നമ്മളൊരു സാധനം പർട്ടിക്കുലറായിട്ട് മേടിക്കാൻ നിൽക്കുവാണെങ്കിൽ നമുക്കത് അതിൻ്റെ വിലയൊക്കെ നോക്കി വെച്ച് നോക്കുമ്പോൾ ഒരു ഐറ്റത്തിന് ഒരു അത്യാവശ്യം ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ എക്സ്പെഡിഷൻ ഇവിടെ കഴിഞ്ഞു അല്ലേ? നിർത്തിയാലേ എല്ലാവരും ടയർഡായില്ലേ? സമയം 11:45 സമയം. റോഷ്നിക്കും ഒരു സാധനം കിട്ടി, മോനക്ക് ഒരു കളിക്കാനുള്ള സാധനം കിട്ടി, ഐഷ ചോക്ലേറ്റ് കിട്ടി. നമ്മൾ കുറച്ച് ട്രിപ്പിനും നമ്മുടെ ട്രാവലിനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി. എന്തായാലും നമ്മൾ വാങ്ങിയതൊക്കെ ലാഭകരം തന്നെയാണ് കേട്ടോ. നമ്മൾ ഭയങ്കര ഇതെന്താണ്, നമ്മളൊരു 3 വർഷമായി ബ്ലാക്ക് ഫ്രൈഡേ ഇവിടെ കാണുന്നു, എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ കടയിലൊന്നും കയറാൻ സ്ഥലം ഉണ്ടാവില്ല, അത്ര വലിയ ക്യൂ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ക്യൂ ഒന്നും ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ക്യൂ ആവുമെന്ന് അറിയില്ല. അപ്പോൾ അത്രയും വലിയൊരു സംഭവമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. അപ്പം നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഫ്രൈഡേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേയിൽ ട്രിപ്പിലായിരുന്നു ഓൾറെഡി. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്കത് മിസ്സായിപ്പോയി. നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേ ഫസ്റ്റ് ഇയർ നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പം 3ാമത്തെ വർഷമായപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഇത് എന്താണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം.
പുതിയ കിടിലൻ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ. ടയേർഡായി എല്ലാവരും. ഭക്ഷണം കഴിക്കണം. 6 മണിക്കൂറായി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട്. റോഷനിയൊക്കെ അവശതയായി. ബൈ ഗൈസ്.